സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. എൻ്റെ അപ്പ അന്നേരമേ ഇറങ്ങേണ്ടായിരുന്നു. അപ്പം പറഞ്ഞിട്ടാണ് വൈകുന്നേരം വന്നത്. ഇവ എന്ത് കരച്ചിലായിരുന്നെന്നറിയാം ഇത്രയും നേരം. അപ്പം എന്തിനാ വൈകുന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞത്? അപ്പം പോയി റെഡിയാവാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അന്നേരമേ റെഡിയായി നിൽക്കുകയല്ലേ. അന്നേരമേ വന്നിരുന്നെങ്കിൽ സംസാരിച്ചിട്ട് അങ്ങ് പോവായിരുന്നല്ലോ. എടാ, നീ എന്തറിഞ്ഞിട്ടാ? വിഷ്ണു ഉള്ളപ്പോഴല്ലേ വരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇനി അത് മതി പുകിലിന്. അപ്പോൾ ഓഫീസിലാന്ന് ഞാൻ ആരുവിനെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാ വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞേ. ഞാൻ ചെറുക്കനോട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. വിഷ്ണു ഇവിടെ ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചോളൂ. എൻ്റെ മോനെ നീ ഇങ്ങനെ മോന്തയും പെരുക്കി വെച്ച് ചുമപ്പിച്ച് കരഞ്ഞ് ഒരു ആവശ്യമില്ലാണ്ട് അവൻ്റെ അപ്പം പറഞ്ഞല്ലോ. പിന്നെ ഇനി എന്ത് വേണം നിനക്ക്? അതെ, നീ എന്താ മൂസാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ആ ഒരു 132 പ്രാവശ്യം നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ എടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു ലാസ്റ്റ്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവ രാത്രി തന്നെ എത്തുമെന്നാ പറഞ്ഞേക്കുന്നത്. നീ ഈ ദേഷ്യം ബാക്കിയുള്ളവരോടല്ല കാണിക്കേണ്ടത്. ഇത് നീയായിട്ട് വരുത്തി വെച്ചതാ. അതെന്റെ മോൻ മറക്കരുത്. ഏതായാലും അവനോട് ഇപ്പൊ സംസാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് അവനോട് വഴക്കിടാൻ പറ്റത്തില്ല. വഴക്കിട്ട് കഴിഞ്ഞാൽ ഒരു 1.5 മുതൽ അറിയാലോ നിനക്കൊക്കെ. വാശി കൂടത്തേ ഉള്ളൂ. ഒരു മയത്തിലൊക്കെ സംസാരിച്ച് നോക്കാം. ഒന്നുമില്ലെങ്കിലും ചെറുക്കനെ നിനക്കൊന്ന് കാണാമല്ലോ. വാ ഇരിക്കേ. നിനക്ക് സുഖമല്ലേ റോയ്? ആ അടി സുഖം. വിഷ്ണു ഇല്ലേ? നീ ഇരിക്കും. ഞാൻ വിഷ്ണുവിനെ വിളിച്ച് കോഫി എടുത്തോണ്ട് വാ. ആ ദേവരും നിങ്ങൾ സംസാരിക്കുക. ഞാൻ കോഫി എടുത്തിട്ട് വരാം. അപ്പ എന്തിവിടെ? അതെന്താടാ, എനിക്കിങ്ങോട്ട് വന്നൂടെ? എനിക്കിങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വന്നു, അത്രേ ഉള്ളൂ. ആരും പഠിച്ചുകൊണ്ടിരുന്നില്ലേ? എന്താ അച്ഛൻ്റെ മണം അടിച്ച് പോടി വന്നതാണോ? ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ നിന്ന് കണ്ടോ വീട്ടുകാരെയൊക്കെ. ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ? അല്ല, ഇവിടെ ആയിരിക്കുന്നിടത്തോളം ഇനി കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ കയറി ഇറങ്ങാൻ ഇത് സത്രമല്ലല്ലോ. റായ്ചന്ദ് ചൗധരി, അത് റായ്ചന്ദ് ഹൗസ് ആയിരിക്കും. ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ
ഈ വഴിയെ പോകുന്ന പട്ടികളൊക്കെ കയറി നക്കിയിട്ട് പോകുന്നത്. ഇവിടെ അങ്ങനെ ഞാൻ വഴിയെ പോകുന്ന പട്ടികളെ ഒന്നും കയറ്റാറില്ല. ഇതുപോലെ ഞങ്ങളെ കണ്ണ് തെറ്റിയ കയറി വരുന്ന കുറെ പട്ടികളുണ്ട്. പിന്നെ കയറി വന്ന എന്തേലും കൊടുക്കാതെ വിടാനും പറ്റത്തില്ല. അതുകൊണ്ട് ചോദിക്കുക എന്താ വേണ്ടേ? അപ്പോ എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിലായാലും അല്ലാതെ ആയാലും കയറി വരുന്ന പട്ടിയൊക്കെ നീ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അല്ലേ? നീ ഇങ്ങനെയൊക്കെ പെരുമാറത്തുള്ളൂന്നും നീ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഞാനും എൻ്റെ പിള്ളേരും കൂടെ ഇങ്ങോട്ട് വന്നത്. ഇത് ഈ കൂടുതൽ വലുതെന്ന് നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. നിന്നോട് തല്ലുകൂടാനുമല്ല ഞാൻ വന്നത്. എനിക്ക് വേണ്ടത് നിന്റെ മോനെയാണ്. അത് എൻ്റെ മോന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തരുമെന്നല്ലേ പറഞ്ഞേ? തരാൻ പറ്റുമോ നിനക്ക്? പയരപ്പേ, എൻ്റെ പെങ്ങളെ പുറത്താവാന്നുള്ള ബന്ധമൊക്കെ ഞാൻ പണ്ടേ കളഞ്ഞതാ. പിന്നെ ചെറിയൊരു തഴമ്പന്റെ മനസ്സിലുണ്ട്. അതും കൂടെ ഇല്ലാതാക്കല്ല അപ്പനും മക്കളും കൂടി പുറഞ്ഞേക്ക. ഉളുപ്പില്ലാതെ വന്ന എൻ്റെ മോനെ ചോദിച്ചേക്കുന്നു. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ തരുമെന്ന് തോന്നുന്നുണ്ടോ നിനക്കൊക്കെ? അതിന് നീ നിന്റെ ഈ ഇരിക്കുന്ന മോനും കൂടി എന്നെ കൊല്ലണം. നിന്റെ ഈ മോന്റെ അഹങ്കാരം കുറെ ഞാൻ കണ്ടതാ. എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവന് കൊടുക്കത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരുത്തരും ഞാൻ കൊടുക്കണോ? കൊള്ളാലോ നീ. നിന്റെ ദയ്യെ ഞാൻ സമ്മതിച്ച് റോയി. ഉളുപ്പില്ലാതെ എന്റെ വീട്ടിൽ ഞെരങ്ങി കയറി വന്നിട്ട് എന്റെ ചെറുക്കനെ കൊല്ലാണോ ആലോചിക്കുന്നു? വിഷ്ണു ഏട്ടാ, എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? വിഷ്ണുവേട്ടനുള്ള അതേ അന്തസ്സും വിലയും ഒക്കെ ആ ഇരിക്കുന്നവനും ഉണ്ട്. അത് വിഷ്ണുവേട്ടൻ മറക്കണ്ട. അവന്റെ ഗതികേടാ ഇന്ന് അവനിവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അത് മുതലെടുക്കരുത് ദൈവത്തോർത്ത്. സംസ്കാരം എന്ന് പറയുന്ന സാധനം കുറച്ചൊക്കെ കാണിക്കാം വിഷ്ണുവേട്ടാ. അത് ഏട്ടനീന്ന് മൊത്തം പോയി എന്നെ കൊണ്ട് വിശ്വസിപ്പിക്കരുത് പ്ലീസ്. കാല് പിടിക്കാം. ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും വീട്ടിൽ കയറി വന്നാൽ സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിന് സംസാരിക്കേ. തീരെ തീരെ ചീപ്പാവരുത് ഇങ്ങനെ. നീ ചായ എടുത്ത് കുടിക്കും. എടുത്ത് കുടിക്കും പിള്ളേരെ. ഇനി നീ പറ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാൻ കേൾക്കാം. അവൻ അച്ഛൻ മാത്രമല്ല ഉള്ളത്, അമ്മയും ഉണ്ട്. ഒരാൾ മാത്രം വിചാരിച്ച കുട്ടി ഉണ്ടാവത്തില്ലല്ലോ. പറ, എന്താ നിനക്ക് പറയാനുള്ളത്? അപ്പാ, ഞാൻ പറയാം. ആൻറ്റി, അങ്കിളിന് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്നെങ്കിലും ഞാൻ ആ കമ്പനിയിലെ CEO ആയി ഞാൻ വലുതായതിനു ശേഷം എന്നെങ്കിലും ഈ ലാസ്റ്റ് ഇൻസിഡൻ്റ് അല്ലാതെ ഇതിനു മുമ്പ് അങ്കിള് ഞങ്ങളോട് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് പകരം ചെയ്യാനോ പകരം വീട്ടാനോ ഞാനോ എൻ്റെ അപ്പയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരോ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ ലാസ്റ്റ് നടന്ന ഇൻസിഡൻറ്റിനും നിങ്ങളുടെ മോൻ എൻ്റെ വീട്ടിലോട്ട് വന്നെന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു നഷ്ടം നിങ്ങൾക്കുണ്ടായോ? ഞങ്ങൾക്കുണ്ടായത് കോടികളാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കരുതെന്ന് പറഞ്ഞ മനുഷ്യനായിരിക്കുന്നത് ഞാൻ. കാരണം ഈ പ്രശ്നങ്ങളും എൻ്റെ അപ്പ ഇപ്പം ഇവിടെ വന്ന് തല ഒന്നിച്ചിരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഒന്നെ മാത്രമാണ്. സോ പ്ലീസ് അപ്പയൊന്നും പറയരുത്. ആൻറ്റി, എനിക്ക് ആൻറ്റിയുടെ മോനെ വേണം. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടം ആൻറ്റി. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് കാല് കഴുകി കുടിക്കാം. എനിക്ക് പറ്റണില്ല ആൻറ്റി അവ ഇല്ലാണ്ട്. രാവിലെ ഉറക്കമണിച്ചപ്പോൾ കാണുന്നില്ല ആൻറ്റി. ത്രിലോകം വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കാൻറ്റി, ഒന്ന് വിളിക്ക് പ്ലീസ്. ഞാനൊന്ന് കണ്ടോട്ടെ പ്ലീസ് ആൻറ്റി. എനിക്ക് തന്നോടെ ആൻറ്റി അവനെ. ഞാനൊന്നും ചെയ്യത്തില്ല, ഞാൻ വിഷമിപ്പിക്കത്തില്ല ആൻറ്റി. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ആൻറ്റി. പ്ലീസ് ആൻറ്റി. ഇത് കൊള്ളാം, നല്ല കോമഡി. കേട്ടിരിക്കാൻ രസമുണ്ട്. ഒരു മാസം എന്റെ മോനെ ഞാൻ വിളിച്ച ബെറ്റിന്റെ പേരിൽ ഞാൻ തോറ്റതുകൊണ്ടും അങ്ങോട്ട് കൊണ്ടുപോയി ഒരു മാസം കൊണ്ട് അവനോടുതോ അവിടെ തിളയ സന്തതിക്ക് പ്രേമം. എന്നാലും നിന്റെ കഴിവും ബുദ്ധിയും ഞാൻ സമ്മതിച്ച്. തന്തേനെ വെല്ലും മോൻ. നീ കേട്ടില്ലടാ ത്രിലോകെ പറയണത്? പ്രേമം എന്തിനാന്നറിയോ? ഇപ്പൊ കുറച്ചു മുമ്പേ അവിടെ നിന്ന് പുലമ്പിയല്ലോ കോടിയോളം നഷ്ടം വന്നെന്ന്. അതിന് പകരം വീട്ട് ഇറങ്ങിക്ക തന്തയും മക്കളും കൂടി.
ആ നഷ്ടം നികത്തണ്ടേ? എന്റെ മോനെ കെട്ടിയ ഞാൻ ഇവിടെ നിന്ന് ഒരു വീതം കൊടുക്കും. അതും കൂടെ ആകുമ്പോഴത്തേക്കും ആ നഷ്ടം അങ്ങ് നികരത്തില്ലേ? പ്രേമം, നിന്നെയൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ, നിന്നെ പോലുള്ളവന്മാരെ. അതുകൊണ്ട് ഇമാതിരി വേലത്തൊരു ഡ്രാമയും കൊണ്ട് ഈ വിഷ്ണുദാസിന്റെ വീട്ടിലോട്ട് കയറി വരണ്ട. അത് ഞാൻ കയ്യോടെ പൊക്കും. നിനക്ക് മാത്രമല്ലേ പ്രേമം, അല്ലാതെ അവനും ഇല്ലല്ലോ. ആ അപ്പൊ പിന്നെ എഴുന്നേറ്റ് പോവാൻ നോക്ക്. അത് എന്റെ മോനാ, ഞാൻ പറയുന്നിടത്തേ നിൽക്കുള്ളൂ. അതുകൊണ്ടാ നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന് മോങ്ങുന്നതും അവന്റെ പാട് നോക്കി പോയതും. പോയെന്നോ? എവിടെ പോയെന്ന്? ഓ, ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്കന്മാരായിട്ട് അഭിനയിക്കില്ലേ തന്തേനും മക്കളും. ഇരുന്നും കൊണ്ട് നോടാൻ കളിക്കുന്നു. അവന് താല്പര്യമില്ലല്ലോ. ഏതല്ല എന്റെ മോൻ ഇത് ഇങ്ങനെ ഒരു കാര്യമേ എന്റെ ചെറുക്ക് അറിഞ്ഞു കാണത്തില്ല. എണീച്ച് പോവാൻ നോക്ക്. മനുഷ്യനെ മെനക്കെടുത്താൻ എന്റെ നാശങ്ങള്. അച്ഛൻ പറഞ്ഞാൽ മതിയോ? അവനൊന്നും അറിയത്തില്ല. ഈ വീട്ടിൽ അച്ഛനൊഴിച്ച് ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവനായിട്ട് തുടങ്ങി വെച്ചത് ഇതൊക്കെ, അച്ഛൻ്റെ പൊന്നാര മോനായിട്ട്. എന്നിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിയിരിക്കുന്നു. നോക്കണ്ട, എന്നെ ചൈതു വിളിച്ചായിരുന്നു നിങ്ങളിങ്ങോട്ട് ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പേ. നിങ്ങൾ വരുന്നെന്ന് ഞാൻ അറിഞ്ഞു, ആരോട് ഞാൻ പറയാത്തതാ. അച്ഛൻ എന്തറിയാം? പൊന്നാര മോനെ അവൻ്റെ പിറകെ നടന്ന് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇവൻ തിരിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഒരാഴ്ച രണ്ടും കൂടി റിലേഷൻഷിപ്പിലായിരുന്നു. അച്ഛൻ അറിയോ? എന്നിട്ട് അവൻ്റെ പിയാൻസി പെണ്ണ് വിളിച്ചെന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ടാണ് പിണങ്ങിപ്പോയത്. അവളും ഇവനും തമ്മിൽ ഓൾറെഡി ആ ബന്ധം ഡ്രോപ്പ് ചെയ്യാതിരിക്കുമായിരുന്നു. അതൊന്നും തിരക്കിയില്ല അച്ഛൻ്റെ പൊന്നാരമ്മോൻ. ഓടി ലണ്ടനിലോട്ട്. അവ ഇവിടെ ഇല്ലേ കാശേ? നീ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവന് ഞങ്ങൾ ആരും പറഞ്ഞാൽ കേൾക്കാത്തൊരു സ്വഭാവം കൂടെ ഉണ്ട്. ദികാശ് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ആ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന തൃശ്ശൂരിനെ മാത്രമേ നിങ്ങൾക്കൊക്കെ അറിയാവൂ. വീട്ടിൽ ഇവിടെ ആര് പറഞ്ഞാലും അവൻ കേൾക്കാറില്ല. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഈ നിൽക്കുന്ന എൻ്റെ അച്ഛൻ തന്നെയാണ്. ഓരോന്ന് തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മക്കളൊക്കെ ചെറുതായിട്ട് മാറിത്തുടങ്ങും. എൻ്റെ അനിയൻ എൻ്റെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ പോകുന്നതിന് ഞാനും കൂടെ കൂട്ടിയിരുന്നത്. പക്ഷേ ഇതാ പ്രശ്നമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവനെ വിടത്തില്ലായിരുന്നു. നിങ്ങളെങ്ങനെയെങ്കിലും ഞാനായിട്ട് എന്നെ ചേർത്ത് വെച്ചേനെ. അതിനിവിടെ ആരെയും ഒത്താശ ഞാൻ നോക്കത്തുമില്ലായിരുന്നു. നീയും അവനും കൂടി പ്രശ്നമായില്ലേ? അതായത് സാറ വിളിച്ചതിൻ്റെ അന്ന്, അതിൻ്റെ പിറ്റേന്ന് ഞാൻ അവനോട് കാണാൻ വന്നിരുന്നല്ലോ. അവനന്നെല്ലാം എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ സാറ വിളിച്ചത് ചുമ്മാതാണെന്നോ ഇതൊന്നും എനിക്കറിയാത്തതുകൊണ്ട് തന്നെ ഞാനും അത് സീരിയസ് ആക്കി. ഒരു കണക്കിന് നിൻ്റെ സാറയുടെ ഇടയിൽ അവൻ വരാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്കും തോന്നി. അവൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങളവിടെ നിന്ന് വരുന്നതിൻ്റെ അന്ന് തന്നെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒപ്പിച്ച് തരാൻ പറ്റുമോ ലണ്ടനിലോട്ട് പോകാനെന്ന്. അന്നേരത്തെ മാനസികാവസ്ഥയിൽ അവന് മാറിയിരിക്കുന്നത് നല്ലതെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെയാണ് ടിക്കറ്റ് എടുത്തു കൊടുത്തത്. അവൻ 2 മണിക്കുള്ള ഫ്ലൈറ്റിന് തന്നെ പോയി. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നത് പോലുമില്ല, ഫുഡ് പോലും കഴിച്ചില്ല. വേണമെങ്കിൽ അമ്മയോട് ചോദിച്ചു നോക്ക്. ഇതെല്ലാം അമ്മയ്ക്കും അറിയാം. ഞങ്ങൾ ഇന്നലെ തന്നെ അമ്മയോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവൻ ഇവിടെ ഇല്ല. ഇനി ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ അച്ഛൻ്റെ വായിരിക്കുന്ന കേട്ടിട്ട് ഒരു കാര്യമില്ല. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നീയായിട്ട് എന്നെ ഇറങ്ങി ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവൻ എല്ലാ സത്യങ്ങളും അറിയും. പക്ഷെ എന്നാലും അവൻ തിരിച്ചു വരുമെന്ന് നീ വിചാരിക്കണ്ട. അവൻ്റെ സ്വഭാവം വെച്ച് അവനാ തെറ്റ് ചെയ്തെങ്കിലും അവനെ എടുത്തു ചാടിയെങ്കിലും അവൻ വാശി പിടിച്ച് നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നീയായിട്ട് ചെന്ന് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് ശരിയാക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങേരുടെ മോൻ, ഞാൻ മാത്രമേ ഉള്ളൂ ഇത്തിരി ഇങ്ങനെയൊക്കെ. അവൻ ഇതേ വാശിയാണ് കിട്ടിയിരിക്കുന്നത്. വാശി പിടിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഏതായാലും നിന്നെ തിരക്കി അവൻ വരുമെന്ന് നീ വിചാരിക്കണ്ട. അവനെ തിരക്കി നീ പോകുന്നതായിരിക്കും വികാശ നല്ലത്. അതിന് ഇവിടെ നിന്ന് ഇനി ആര് ചെന്നാലും ആ കോമ്പൗണ്ടിൽ അവൻ കയറ്റത്തില്ല, അതുറപ്പാ. എൻ്റെ മോനല്ല, ശ്രീകുട്ടിയുടെ അച്ഛൻ. അതിന് അവ ഒന്നുകൂടെ ജനിക്കണം. ഞാൻ അവനോട് എന്നിവിടെ നിന്ന് തൃശ്ശൂർ അങ്ങോട്ട് പോയോ അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരെയും തൃശ്ശൂരിനെ കാണാനെന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറ്റണ്ടാവുന്നു. അവൻ കോളേജിൽ പോകും, വീട്ടിൽ ചെല്ലും. ഇത്രയേ ഉള്ളൂ അവൻ്റെ ലൈഫ്. പിന്നെ 11 ചെന്ന് കഴിഞ്ഞാൽ കയറ്റാൻ പോകുന്നത്. പിന്നെ പൂർണിമ, നീ ഇത് എന്തറിഞ്ഞിട്ടാ ഇവർക്ക് കൂട്ടിയിരിക്കുന്നേ? ഏറ്റവും ലാസ്റ്റ് ഇത് നമ്മളെ മോന്റെ കണ്ണീരിലെ അവസാനിക്കത്തുള്ളൂ. അത് നീ ഓർത്തോ? വിഷ്ണുട്ടാ, എന്റെ വായന നിങ്ങളൊന്നും കേൾക്കരുത്. എന്റെ മോന്റെ കയ്യിരിപ്പാന്ന് ഇത് ഇത്രയും കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അത് ഇന്നലെ മനസ്സിലായ കാര്യം തന്നെയാ. നിങ്ങളെന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളുടെ മോൻ ഇതും കാണിക്കും, ഇതിനപ്പുറം കാണിക്കും. എന്റെ മോൻ ഇക്കാശിന്റെ കൂടെ പോകുന്നേനോ ഇക്കാശ് എന്റെ മോനെ കെട്ടുന്നേനോ ഒന്നും
എനിക്കൊരു കുഴപ്പമില്ല. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അവനെന്തോ ഒരു കുഴപ്പം? അവൻ നേരത്തെ ചോദിച്ച കാര്യമായിട്ടുള്ള കാര്യമല്ലേ? നിങ്ങൾ ഇത്രയൊക്കെ ദ്രോഹം അവരോട് കാണിച്ചിട്ടും എന്തെങ്കിലും ഒന്ന് തിരിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ദ്രോഹം കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു 30 ദിവസം മോനെ അങ്ങോട്ട് വിട്ടു. അതല്ലാണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അവരുടെ കമ്പനി ഇപ്പൊ എവിടെ കിടക്കുന്നതെന്ന് അറിയാം. നിങ്ങൾ ഒറ്റ മനുഷ്യൻ കാണണം. അതൊന്നും പോരാണ്ട അങ്ങനത്തെ വായിന്ന് പറയുന്ന കുറച്ച് ചീത്തകളും. ഇതേ ഞാൻ ഒരു കാര്യം പറയാം വിഷ്ണു ഏട്ടാ, ഇനി എന്തൊക്കെ വന്നാലും, ഇനി ലോകം രണ്ടായിട്ട് പിളർന്നു വന്നാലും ശരി, എൻ്റെ മോൻ്റെ കൂടെ ഞാൻ നിൽക്കും. ഇക്കാശേ, ത്രിലോക് പറഞ്ഞതാ ശരി. നീയായിട്ട് പോയി അവനെ കൺവീൻസ് ചെയ്യുന്നതാ ശരി. അല്ലാണ്ട് ഞങ്ങളാരും വിളിച്ചാലോ അല്ലെങ്കിൽ ഞങ്ങളാരും ചെന്നാലോ ഒന്നും ആ ചെറുക്കൻ കേൾക്കത്തില്ല. ഈ നിൽക്കുന്ന മരയോധിൻ്റെ സ്വഭാവം അതിന്. അതുകൊണ്ട് നീയായിട്ട് പോയി അവനെ പറഞ്ഞ് മനസ്സിലാക്കി, നീയായിട്ട് പോയി കൺവീൻസ് ചെയ്ത് കൊണ്ടുവന്ന ഈ ലോകത്തിന് ആരൊക്കെ എതിർത്താലും ഞാൻ കാണും നിങ്ങളുടെ കൂടെ. ഇത് എൻ്റെ പ്രോമിസാണ്. ആഹാ, നീ പ്രോമിസും കൊടുത്തല്ലേ? എന്നാ നീ കേട്ടോ, എന്റെ പ്രോമിസാ, ഇത് ഞാൻ നടത്തത്തില്ല. ഇന്ന് തന്നെ ഞാൻ അവനോട് വിളിച്ചു പറയും, അവിടെ ഒറ്റ മീൻ കുഞ്ഞുങ്ങളെ കയറ്റി പോരുതെന്ന്. എനിക്കത് കാണണം. അവൻ നിന്നെ കാണുന്നതും നീ അവനെ കൺവീൻസ് ചെയ്യണതും എന്നിട്ട് നീ അവനെ കെട്ടണതും. എന്റെ വാശിയാന്ന് തന്നെ കൂട്ടിക്കോ. പൂർണ്ണി, ചായ കൊള്ളാം. ഇതാ മോനെ, ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിനക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമല്ലേ? എന്നിട്ട് എന്തുവാ ഇങ്ങനെ മുഖവും തത്തി വെച്ചോണ്ടിരിക്കുന്നത്? അങ്ങോട്ട് ഏറ്റെടുറാ. നീ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തു നിനക്ക് വേണ്ടി. നീ ഇപ്പൊ ഓക്കെ അല്ലാത്തോണ്ടാ മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട്. അപ്പോഴേ വിഷ്ണുദാസേ, അങ്ങനെ വിളിക്കുന്നേക്കാൾ നല്ലത് ഞാൻ പണ്ട് നിന്നെ വിളിക്കുന്നവരെ വിളിക്കുന്ന. എടാ വിഷ്ണു, നീ ഈ വെല്ലുവിളി ഞാനും എൻ്റെ പിള്ളേരും അങ്ങ് ഏറ്റെടുക്കുക. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അവനെയും കൊണ്ട് എൻ്റെ ചെറുക്കം വരൂ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അത് ഞങ്ങൾ പോവാം. മോനെ ആരും ഇനി മുതല് ആരെയും പേടിച്ച് അപ്പനെയും അനിയന്മാരെയും കാണാൻ വരാതെയൊന്നും ഇരിക്കണ്ട. വരെയൊക്കെ ചെയ്യാം കേട്ടോ. ഈ കിടന്ന അലയ്ക്കുന്ന അലപ്പോത്രേ ഉള്ളൂ, വേറൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് പൊന്നു വരണമെങ്കിൽ വന്ന് കണ്ടിട്ടൊക്കെ വരാം കേട്ടോ. അതോർത്ത് പേടിക്കൊന്നും വേണ്ട. അവനെ കളഞ്ഞിട്ടൊന്നുമല്ല, അവനെയും കൊണ്ടുവാ. ഞങ്ങളുടെ ആദ്യത്തെ വരുവാനല്ലേ. പോവാം പിള്ളേരെ. ആ പോവാപ്പാ. അപ്പൊ അങ്ങളെ ഓൾ ദി ബെസ്റ്റ്. പെട്ടെന്ന് വിളിച്ചോറാ. ഞങ്ങൾ ചിലപ്പോ പെട്ടെന്ന് അങ്ങ് എത്തിയാലോ, പറന്നു പോവും. ഇറങ്ങട്ടെ എന്നാ, ഇറങ്ങട്ടെ ആൻറ്റി. ശരി ശരി, ഇറങ്ങാം. ഓ കൊണ്ടോരോ, എന്റെ ഫോൺ എവിടെ? ഫോണും കാണുന്നില്ലല്ലോ. ഡി എന്റെ ഫോൺ എവിടെ ഡി? ആ ടെൻഷൻ അടിക്കാതെ നോക്ക് മനുഷ്യ, അപ്പൊ കിട്ടും. ആ റൂമിൽ എവിടെയെങ്കിലും കാണുന്നുണ്ട്. ടെൻഷൻ അടിക്കാതെ, നിങ്ങൾ എന്തായാലും തോക്കും, അത് ഉറപ്പല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ജീവിതത്തിൽ എന്തെങ്കിലും ജയിച്ച ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. ആ അതെന്താണെന്നറിയോ? നല്ലതിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നതെങ്കിൽ ദൈവം അതെന്തിനെങ്കിലും നമ്മുടെ കൈ കൊണ്ട് തരും, നമ്മളെ ജയിപ്പിക്കുകയും ചെയ്യും. അല്ല, മനുഷ്യൻ അവനവൻ്റെ വാശിക്ക് വേണ്ടിയും അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അവനവൻ്റെ ഈഗോ ജയിക്കാനും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലേ അവൻ തോറ്റു കിടക്കത്തേ ഉള്ളൂ. അതാ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും മാറ്റി ചിന്തിക്കാൻ നോക്ക് കേട്ടോ. എപ്പോഴാ ഫ്ലൈറ്റ്? എപ്പോഴാ? നാളെ രാവിലെ അപ്പാ. വെളുപ്പിനെ. ഇപ്പോൾ രാത്രിത്തെ ഫ്ലൈറ്റ് നോക്കിയതാ, പക്ഷേ 2 എണ്ണം അത് ക്യാൻസലാക്കി, മഴയൊക്കെ ആയതുകൊണ്ട്. രാവിലത്തെ വെളുപ്പിനുള്ള ഫ്ലൈറ്റാ. രാവിലെ ഞാൻ കൊണ്ടായിക്കോളാം അവനെ എയർപോർട്ടിൽ. ദേ ഇകാഷെ, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്നേ വരെ ഞാൻ നിൻ്റെ അടുത്ത് എല്ലാം ചെയ്യരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിൽ ഞാനാ വെല്ലുവിളിച്ചിട്ട് വന്നേക്കുന്നത്. എന്ത് ചെയ്യോ ഏത് ചെയ്യോ അതൊന്നും എനിക്കറിയണ്ട. ചെറുക്കനെയും പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം. ഇല്ലെങ്കിൽ അവൻ്റെ മുമ്പ് ഞാനാ തോക്കുന്നത്. അത് നീ മറക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്കും വാശിയാ. അവന് നിന്നെ ഇഷ്ടമുള്ള സ്ഥിതിക്ക് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറല്ല. ഞാൻ പറഞ്ഞ കേട്ടല്ലോ, ഒന്നും നോക്കണ്ട. കൺവീൻസ് ചെയ്തിട്ട് അവൻ കൺവീൻസ് ആയില്ല എന്നുണ്ടെങ്കിൽ അവനെ വലിച്ചെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ അവന് പറയാനുള്ള ഒന്നും കേൾക്കാനും നിൽക്കണ്ട. വല്ല പ്രൈവറ്റ് ജെറ്റോ വല്ലതും ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വാ. പൈസയൊന്നും ഒരു പ്രശ്നമല്ല. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായപ്പോ. അപ്പം ഇനി എന്താ?
നീ പാക്കൊക്കെ ചെയ്തായിരുന്നോ? അവിടെ നിൽക്കാനും മിക്കാനൊന്നും പോണ്ട. മതിൽ ചാടിയിട്ട് എന്ത് ചെയ്തിട്ടായാലും ചെറുക്കനെയും കൊണ്ടുവന്നേക്കണം, കേട്ടല്ലോ? എന്താ? സോറി അപ്പ, ഞാൻ കാരണമല്ലേ അപ്പ അയാളുടെ മുമ്പ് അങ്ങനെ തലവനിച്ചിരുന്നേ. എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാ, എനിക്കറിയാം അപ്പ. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. സാറ് എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. സോറി അപ്പ, ഞാൻ കാരണം അപ്പോൾ ഒരിക്കലും തലവനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മോനെ ഞാൻ. പക്ഷെ പറ്റിപ്പോയപ്പ പറ്റിപ്പോയി, സോറി. ചെറുക്ക, ഇനി നീ മോങ്ങിയ എന്റെ കയ്യിൽ നീ തല്ല് വാങ്ങിച്ചോണ്ട് ലണ്ടനിലോട്ട് പോകേണ്ടി വരും, കാമുകനെ തപ്പി. ആ എടാ, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? കുഴപ്പമില്ല. ഇനി അപ്പം നാണം കെട്ടതാണ് എന്റെ മോന്റെ പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കാനായിട്ടൊരു അവസരമാണ് നിന്റെ മുമ്പ് കിട്ടിയിരിക്കുന്നത്. പണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടും എനിക്ക് തോന്നിയിട്ടൊക്കെ ഉള്ള കാര്യമാണ്. എന്നോട് പകരം വിട്ടാനും എന്നോട് വാശി തീർക്കാനും വേണ്ടിയിട്ടാണ് അവൻ എൻ്റെ ആരുവിനെ ത്രിലോകന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് കല്യാണം പോലും വന്ന് ആലോചിക്കാൻ പോലും തയ്യാറാവാതെ ഇറക്കിക്കൊണ്ടുപോയത്. അതിന് പകരമാണെങ്കിൽ പകരം, അങ്ങനെ അങ്ങ് വിചാരിക്കാം. എന്തായാലും അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. പൂർണിമ അവിടെ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവ സമ്മതിക്കാതെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവനെ വിളിച്ചുകൊണ്ട് വരക്കം മാത്രമേ വേറെ വഴിയുള്ളൂ. ബലം പ്രയോഗിച്ചു കൊണ്ടുവരക്കം ഒരു പരിധി വരെയൊക്കെ നമുക്ക് ശ്രമിക്കാം. അത് കഴിഞ്ഞാലോ ഇവിടെ എന്താ ഏതാന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് ഇനി ബലം പ്രയോഗിച്ചെങ്കിൽ പ്രയോഗിച്ച് അവനെ ഇങ്ങ് കൊണ്ടുവന്നേക്കണം. എൻ്റെ പേര് നീ കളയരുത്. ആദ്യമായിട്ടാ ഞാൻ അവനോട് വെല്ലുവിളിക്കുന്നത്. അതിൽ നാണം കെടാൻ എനിക്ക് വയ്യ. ഇല്ലപ്പാ, ഇനി അപ്പനെ ആരെ മുമ്പിലും, അതിന് ആരെ മുമ്പിലായാലും തല ഉനിക്കാനുള്ള ഇടം ഞാൻ വരുത്തത്തില്ല. ഇത് ഞാൻ തരുന്ന വാക്കാം. എങ്ങനെയായാലും അതിന് ഏത് രീതിയിലായാലും അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. എനിക്ക് മടുത്തു. എൻ്റെ ലൈഫിൽ അവനല്ലാതെ വേറൊരാളെ ഇനി എനിക്ക് ആ രീതി കാണാനും പറ്റത്തില്ല. അതുകൊണ്ട് അവനെനിക്ക് വേണോ അപ്പാ. ഇതിപ്പോൾ എൻ്റെയും കൂടെ വാശിയാണ്. അവനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. നമ്മുടെ ഈ വീട്ടിൽ അവൻ ജീവിക്കുകയും ചെയ്യും. അത് എൻ്റെ കൂടെ. അത് അപ്പയും ഹെബരും എല്ലാവരും വിഷ്ണുദാസും കാണും. അല്ലെങ്കിൽ അപ്പം കണ്ടോ? ഇത് കേട്ടാ മതി. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇനി അതും ആലോചിച്ചോണ്ടിന്ന് ആ തല പുണ്ണാക്കണ്ട. ചെല്ല്. നിങ്ങൾ രണ്ടുപേരും ഇനി എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ഋഷി നേരത്തെ പോയി കിടാം. ഇവനെ രാവിലെ പറഞ്ഞു വിടേണ്ടല്ലേ. ചെല്ല്. എന്നാ ഞാനും പോയി കിടക്കാം. രാവിലെ എണീക്കണ്ടേ? എന്നാലും അയാൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞേ. എനിക്ക് രണ്ട് പൊട്ടിക്കാനാണ് തോന്നിയത്. പിന്നെ അപ്പം ഇരുന്നോണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ അന്നേരം തന്നെ ഞാൻ അങ്ങനെ ചവിട്ടി കൂട്ടിയനെ. കുറേ നാളായി സഹിക്കുന്നു. എൻ്റെ ചെറുക്കൻ എന്തുമാത്രം കരഞ്ഞു. അയാളെ കാല് കഴുകി കുടിക്കാമെന്നൊരു എൻ്റെ ചെറുക്കൻ പറഞ്ഞു. അയാൾക്കിട്ട് രണ്ട് പണി കൊടുക്കണം. അപ്പം പറഞ്ഞ പോലെ അവനെ പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ട് അവൻ ആശുവിൻ്റെ കൂടെ ഇറങ്ങി വരണ ഋഷി. അപ്പോഴേ പഠിക്കത്തുള്ളൂ. പണ്ട് ആരും നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ലേ, അന്നേരം നമ്മളെല്ലാവരും അനുഭവിച്ചൊരു വിഷമമുണ്ടല്ലോ, അത് അങ്ങേരും അറിയണം. എന്നാലും അങ്ങേർക്കിട്ട് രണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തൊരു കഠിന ഹൃദയന അങ്ങേര് ഇത്തിരി മനസാക്ഷി പോലും ഇല്ലേ. പട്ടിയൊക്കെ വരെ സമമായിട്ട് നമ്മളെ പറഞ്ഞു. ഇതുപോലെ ഉള്ളതിനൊക്കെ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കണം. പിന്നെ ഒന്നും പറയത്തില്ല, വാ തുറന്നു. മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം അയാൾക്കില്ലല്ലോടാ. അതിന് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? നീ എന്നെ ആലോചിച്ച് നോക്ക്. ചിലരെങ്ങനെയാടാ, ചിലരുടെ സിറ്റുവേഷൻസ് ആണ് അവരെ ഈ പൊട്ടന്മാരെ പോലെ ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതൊക്കെ. ചിലര് നമ്മൾ ചെയ്ത കള്ളമൊക്കെ പുറത്തു വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഓവർ റിയാക്ട് ചെയ്യുന്നതും ഓവറായിട്ട് പ്രഹസനം നടത്തുന്നതും കൂടെ ഉള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് പലതും കാണിക്കുന്നതും പലതും പറയുന്നതും അവരെ മുമ്പിൽ തന്നെ സ്വന്തം വില കളഞ്ഞ് വെറും പട്ടിയാവുന്നതൊക്കെ. ചിലരെന്തെന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവർ നഷ്ടപ്പെടുമ്പോഴാണ് അവർക്ക് ഭയങ്കര വിഷമവും. കൂടെ ഉള്ളവരെന്നല്ല, അവർക്കുള്ള പലതും നഷ്ടപ്പെടുമ്പോഴായിരിക്കും അവർ ഓവറായിട്ട് പലതും എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് തരക്കാരുണ്ട്. ഇതിൽ നമ്മുടെ വിഷ്ണുദാസ് അങ്കിൾ എന്ന് പറയുന്ന രണ്ടാമത്തെ തരത്തിലുള്ളതാണ്. പുള്ളിക്കാരന് നഷ്ടപ്പെട്ടത് എന്താ?
പുള്ളിക്കാരൻ്റെ അനിയത്തി, അതായത് നിൻ്റെ അമ്മ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, പുള്ളിക്കാരൻ കാണിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റുമോ? എടാ, നമ്മൾ അത്രയും വർഷം കൂടെ ഉണ്ടായിരുന്ന കൂടെപ്പിറപ്പ് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം വിഷ്ണുദാസങ്ങളുടെ പോലുള്ള ഒരാളാണെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടും, ഒരുപാട് ചിന്തിക്കും. ഇപ്പോൾ തന്നെ തൃശ്ശൂരിൻ്റെ കാര്യം നീ എടുത്തേ. അവൻ സാറെ വിളിച്ച പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ ഇക്കാഷിനോട് ചോദിച്ചിരിക്കുകയോ പറയുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വഷളാവുമായിരുന്നോ? ഇല്ല. അവ അതിനെ മനസ്സിട്ട് ചിന്തിച്ച് കൂട്ടി ഓരോന്ന്. എന്തുകൊണ്ടാ? അങ്കിളിൻ്റെ മോനാ അത്. അപ്പം അങ്കിളും ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കൂടാ. അന്ന് മഹിമാൻറ്റി മരിച്ചപ്പോഴത്തേക്കും ഈ അങ്കിൾ ഓരോന്നൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടല്ലേ ഇപ്പോൾ ആശുവിനെ പ്രഗ്നൻ്റ് ആയിരുന്നുകൊണ്ടാണ് മരിച്ചതെന്നും ആശു ഷെയ്ത്താൻ കുട്ടിയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞത്. അതുപോലെ അപ്പ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മഹിമാമ ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, എന്നാ ഈ ലോകത്തെ ഏറ്റവും ഹാപ്പി ഫാമിലി നമ്മുടെ ആയിരിക്കും. അമ്മ അന്ന് പ്രഗ്നൻസി ടൈമിൽ പ്രസവത്തിൽ മരിച്ചതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ശത്രുതയും ഇത്രയും വൈരാഗ്യവും ഒക്കെ വന്നത്. എടാ, അത് ഓരോരുത്തരുടെ സിറ്റുവേഷനാണ്. നമുക്ക് പുള്ളിക്കാരനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ഒരാളെ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പുള്ളിക്കാരൻ അതുപോലെ ആയിരിക്കും. നമ്മളെയൊക്കെ കാണുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ആശുവിനെ കാണുമ്പോൾ മഹിമാൻ്റെ ഓർമ്മ വരുമായിരിക്കും. അതുകൊണ്ട് അങ്ങേരെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ലടാ. പിന്നെ തൃശ്ശൂരിൻ്റെ കാര്യം, അവൻ ഇപ്പോഴും ഇഗാഷിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഗാഷ് ചെന്ന് കഴിഞ്ഞാൽ അവൻ ആ സ്പോട്ടിൽ നിന്ന് ഇറങ്ങി വരും. നീ അല്ലെങ്കിൽ കണ്ടോ? ഇപ്പം അവിടെ എത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ അവനെ കസിൻ സിസ്റ്റർ പറഞ്ഞ് എല്ലാ കാര്യവും അറിഞ്ഞാണ്. പിന്നെ സാറാ പെങ്കൊച്ചിൻ്റെ കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. പിന്നെ പേടിക്കണ്ട. അവനെ ആര് വിളിച്ചോ അയാൾ തന്നെ അവനോട് പറയുമ്പോഴത്തേക്കും ആ ദേഷ്യമൊക്കെ അങ്ങ് പോവും. പിന്നെ പൂർണ്ണിമാൻറ്റി പറഞ്ഞ പോലെ അവൻ്റെ ഒരു വാശി, ആ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അവൻ വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ അവ ഒരിക്കലും ആശുവിനെ മറക്കാനൊന്നും പോകുന്നില്ല. ബിക്കോസ് ആശുവിന് അവൻ അത്രയ്ക്ക് ഇഷ്ടമാവും. ആശുവിന് വേണ്ടി അവൻ കരഞ്ഞിട്ട് വരെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുത്താൻ ആശുവിനെ കളയുമെന്നോ മറക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ്റെ വാശിയിരുമ്പോൾ അവൻ വരും. പക്ഷെ അതിന് മാത്രം ടൈം നമ്മുടെ കയ്യിലില്ല. അന്നേരത്തിന് ഈ പറഞ്ഞ വിഷ്ണുദാസങ്ങൾ നമ്മുടെ ഉള്ള വാശിക്ക് വേണ്ടി വന്നാൽ അവനെ വല്ല കിളവനും കെട്ടിച്ചു കൊടുത്താലും വാക്കാം. അതിനേക്കാളും നല്ലത് ആശു നാളെ പോകുന്നതാ. എല്ലാം ശരിയായാൽ മതിയായിരുന്നു, ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട്. അകത്തോട്ട് വരാമല്ലോ അല്ലേ? നിങ്ങൾ ഉറങ്ങിയില്ലല്ലേ? എനിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അന്നേരം ഏട്ടനെ എതിർത്ത് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് നല്ലപോലെ ടെൻഷനുണ്ട് പിള്ളേരെ. അങ്ങേരിനി എന്തൊക്കെയാ ചെയ്തു കൂട്ടാന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അതൊന്നാമത്. പിന്നെ ആ വീട്ടിൽ ഇരിക്കുന്ന സാധനം അങ്ങേരുടെ അല്ലേ സന്തതി. അതിനി ആ കൊച്ചൻ ചെല്ലുമ്പോൾ അതിനോട് എന്തൊക്കെ പെരുമാറുമെന്നോ അതിനോട് എന്തൊക്കെ പറഞ്ഞു കൂട്ടുമെന്നോ അത് ഓർത്തിട്ട് വേറൊരു ടെൻഷൻ. എനിക്ക് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല, ഉള്ള സമാധാനവും പോയി. ആ തലതെറിച്ച ചെറുക്കനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അത് എൻ്റെ മോൻ തന്നെയാണോ എന്തോ. ഞങ്ങൾക്കും ഉണ്ടമ്മേ ടെൻഷനൊക്കെ. പിന്നെ അവൻ്റെ കാര്യം, അവന് വാശിയാമ്മേ. അവനിനി എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അതിൻ്റെ ഇരട്ടി വാശിയായിരിക്കും, നമ്മളെ തോപ്പിക്കാനുള്ള വാശി. അവനോട് പറഞ്ഞാലും കേൾക്കത്തില്ല. അവനായിട്ടാണ് എല്ലാം തുടങ്ങി വരത്തി വെച്ചത്. എന്നിട്ടിപ്പം അവനായിട്ട് എന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നമ്മളെന്ത് ചെയ്യാനമ്മേ? എൻ്റെ പൊന്ന് ത്രിലോകെ, ഇത്രയും നേരം നിന്നോട് ചെയ്തല്ലേ പറഞ്ഞോണ്ടിരുന്നേ. എൻ്റെ പൊന്നമ്മ, അവനങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരാളെ മറ്റൊരാൾ വന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് ചിന്തിക്കുന്ന എന്തൊക്കെ തന്നെയാണോ അതൊക്കെ തന്നെയാ തൃശ്ശൂർ ഇവിടെ ചിന്തിച്ചത്. നമ്മള് എല്ലാവരും ഭാഗത്തു നിന്നും ചിന്തിക്കണ്ടേ? പിന്നെ സാറ പറഞ്ഞല്ലോ ഇഗാഷിനോട് പ്രാങ്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ അവൻ മൂളിന്നാ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ തുടങ്ങി വെച്ച ആരാ? ഇഗാഷല്ലേ. അവൻ പോയി ഇഷ്ടമെന്ന് പറഞ്ഞെന്നും പിന്നെ അവൻ വേണ്ടാന്ന് പറഞ്ഞെന്നും അതൊന്നും ഇവിടെ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെതായിട്ടുള്ള റീസണും ഉണ്ട്. അതൊന്നും ചിലപ്പോൾ ഇതിലൊന്നും ഈ സീനിലൊന്നും ഇല്ലാത്ത നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പുറത്തു നിന്ന് കുറ്റം പറയാൻ 1000 പേർക്ക് പറ്റും. അവരായിട്ട് അനുഭവിക്കുന്ന വേദനയും വിഷമം എന്താണെന്ന് അത് അവർക്ക് മാത്രമല്ലേ അറിയാവൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് അതും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ആയിക്കോട്ടെ, പക്ഷെ ഇതിനോടകം അവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അന്നേരമെങ്കിലും അവന് നമ്മൾ വിളിച്ച് എടുത്തൂടെ?
പോട്ടെ, സത്യങ്ങൾ അറിഞ്ഞിട്ട് അവിടെ കിടന്ന കരയുന്ന ആ ചെറുക്കനെ വിളിച്ചൂടെ? ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ആര്യമോനെ, എന്നേലും ആ കൊച്ചൻ കരയുന്ന നീ കണ്ടിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഞാൻ അത് കേട്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ലല്ലോ, കാരണം ഞാൻ അവനുമായിട്ട് അധികം മിണ്ടിയിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കരച്ചിൽ കണ്ട് അറിയാം അതിങ്ങനെയൊന്നും ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല എന്ന്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെ. അങ്ങനെയുള്ള കൊച്ചനാ ഇപ്പോൾ കിടന്ന് അവന് വേണ്ടി കരയുന്നേ. അവൻ ചിലപ്പോൾ അത് ചിന്തിക്കുന്നു കൂടി ഉണ്ടാവില്ല. ഇതിനുള്ള മറുപടി എൻ്റെ ഉണ്ടമ്മേ. ഞങ്ങൾ 3 മക്കള് തൊട്ടതിനും പിടിച്ചതിനും അപ്പ വഴക്ക് പറഞ്ഞാലോ എല്ലാം ഞാനും ചൈതുവും തൊട്ടതിനും പിടിച്ചതിനൊക്കെ കരയായിരുന്നു. ഇത് ഞാൻ കുറച്ചു മുമ്പ് ത്രിലോകിനോട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇഗാഷ് ജനിച്ചതിൻ്റെ അന്ന് തൊട്ടേ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വളർന്നുകൊണ്ടായിരിക്കാം മേ ബി. അവൻ കരയുന്ന ഞങ്ങളങ്ങനെ അധികം കണ്ടിട്ടില്ല. അധികമൊന്നല്ല, കണ്ടിട്ടേ ഇല്ല. ഇടയ്ക്ക് ഇവിടെ നിന്ന് വിഷ്ണു അങ്കിള് പണ്ട് ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കില്ലേ, അന്നേരം പോലും അവൻ ഭയങ്കര കൂളായിട്ട് നടക്കുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം, നിനക്ക് വിഷമാവുന്നില്ലേ എന്ന്. കാരണം അത് കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വിഷമാവുന്നുണ്ട്. അന്നേരം അവൻ പറയും, ഞാനെന്തിനാ വിഷമിക്കുന്നത്, ആങ്കിള് പറയുന്ന പോലെയൊന്നല്ലല്ലോ ശരിക്കും നടന്നത് എന്ന് പറയും. പക്ഷേ അമ്മ പറഞ്ഞ ശരിയാ, ഇന്നവൻ ഇങ്ങനെ കരയണമെങ്കിൽ അവൻ അമ്മയുടെ മോനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയ്ക്ക്. അതെനിക്ക് എൻ്റെ അനിയൻ്റെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാമായിരുന്നു. അവൻ ഇവിടെ വരുന്നേരം വരെ അത്രയ്ക്ക് കരച്ചിലായിരുന്നിട്ടുണ്ടായിരിക്കും. അവൻ്റെ മുഖം ഇരിക്കുന്ന അമ്മ കണ്ടില്ലേ. അവനെ വേദനിപ്പിക്കാൻ ഒരിക്കലും ഞാനും കൂട്ടിയിക്കത്തില്ല അമ്മ. ഇനി അവൻ എന്ത് ചെയ്തിട്ടായാലും തൃശ്ശൂരിലെ കൊണ്ടുപോയാ അതിന് ഞാൻ കൂടെ നിൽക്കും അമ്മ. അതിന് വിഷ്ണുവച്ചനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടായാലും ശരി, ഞാൻ അവൻ്റെ കൂടെ തന്നെ കാണും. അങ്ങനെയാണെങ്കിൽ നിന്റെ വിഷ്ണു വെച്ച് ആദ്യം ഇറക്കി വിടേണ്ട എന്നെയും ഇതായി നിൽക്കുന്ന അങ്ങേരുടെ മൂത്ത മോനെ ആയിരിക്കും. കാരണം അവരുടെ കല്യാണം വേണമെങ്കിലും നടത്തി കൊടുക്കാൻ തയ്യാറായിട്ടാ ഞാനും അവനെ നിൽക്കുന്നത്, അല്ലേടാ? അമ്മയാണ് അമ്മ. അതെ, ഞാനുണ്ട് അമ്മയുടെ കൂടെ. പണ്ട് എവനെയും കൊണ്ട് വരുമ്പോൾ എൻ്റെ അമ്മ ഇതുപോലൊന്ന് വാശി പിടിച്ചിരുന്നെങ്കിലേ എവൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് വലിയ കല്യാണമായിട്ട് നടത്തായിരുന്നു. അന്നങ്ങനെ അമ്മയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം ഒലിച്ചിറങ്ങുമായിരുന്നല്ലോ. അതെ, ഈ ഒലിച്ചിറക്കത്തിനൊന്നും ഇപ്പോഴും ഒരു കുറവുമില്ല. എനിക്കിപ്പോഴും അങ്ങേരെ അതേപോലെ ഇഷ്ടമാണ്. പക്ഷേ അന്ന് ഞാൻ പ്രതികരിക്കാതിരുന്നത്, ഞാനെങ്ങാണ് അതിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ വല്ല ആത്മഹത്യം ചെയ്യുമായിരുന്നു, ആരും കൂടെ ഇല്ലാണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി നിന്റെ അച്ഛൻ അതിനുള്ള ധൈര്യമൊന്നുമില്ലാന്ന്. അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചേ. പക്ഷെ ഇനിയും ഞാൻ നിന്റെ അച്ഛനെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കാൻ അനുവദിച്ചാലേ നിന്റെ അച്ഛൻ ലോകം മുഴുവൻ ശത്രുക്കളെ ഉണ്ടാക്കി വയ്ക്കും, അല്ലാതെ നല്ലതൊന്നും ചെയ്യത്തില്ല. നിന്റെ അച്ഛൻ കാരണം അവത്തുങ്ങൾക്ക് വന്നേക്കുന്ന നഷ്ടം എത്രയാണെന്നറിയോ? കമ്പനി ഇപ്പം അങ്ങ് ഡൗൺ ആയിട്ടാണ് കിടക്കുന്ന അവരുടെ. പോരാഞ്ഞിട്ട് ആ ചെറുക്കൻ ഇങ്ങനെ നടന്ന് വിഷമിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാ കുഞ്ഞിലെ തൊട്ട് ആ ചെറുക്കനെ എന്തൊക്കെ പറഞ്ഞ് നിന്റെ അച്ഛൻ വേദനിപ്പിച്ചിട്ടുള്ളത്. അതൊന്നും ഇനി ഞാൻ അനുവദിച്ച് കൊടുക്കത്തില്ല. ഇത്രയും ഞാൻ ഇപ്പം തീരുമാനം എടുത്തിട്ടുള്ളൂ. പിന്നെ പിള്ളേരെ കാര്യം, ഇക്കാശ് ചെയ്താലും കഴിവില്ലാത്തവനൊന്നുമല്ല, അവന് നല്ല കഴിവുണ്ട്. അതുകൊണ്ട് നിന്റെ അനിയനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമെന്ന് അവന് നന്നായിട്ടറിയാം. അത് ചേർക്കാൻ നോക്കിക്കോളും. നമ്മളൊന്ന് കൂടെ നിന്നുകൊടുത്താൽ മാത്രം മതി. അതിന് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും വേണ്ടല്ലോ. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിവുണ്ട്. നമ്മളതങ്ങ് ചെയ്യുന്നു. അമ്മ പറഞ്ഞ ശരിയാ. ഇന്നലെ അവർ തമ്മിൽ എന്തോ ഒരു ആർഗ്യുമെന്റോ കോൺവെർസേഷനോ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ അവനെ കാണാതായപ്പോൾ അവൻ ഇത്രയും ഡൗൺ ആയി പോയത്. ഇല്ലായിരുന്നെങ്കിൽ അത് അവൻ തന്നെ ഇരു ചെവി അറിയാതെ മെയിൻറ്റെയിൻ ചെയ്തേനെ. അത് പോട്ടെ. ഏതായാലും അമ്മ പറഞ്ഞ പോലെ അവൻ്റെ കാര്യങ്ങൾ അവനായിട്ട് തന്നെ ഡീൽ ചെയ്യുന്ന സ്വഭാവമാണ് പണ്ട് തൊട്ടേ. ഇതും അവനായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തോളൂ. നമ്മളൊന്ന് കണ്ണടച്ച് കൂടെ നിന്നു കൊടുത്താൽ മതി. പിന്നെ അച്ഛൻ വിഷ്ണുജി എവിടം വരെ പോകുമെന്ന് നമുക്കറിയാമല്ലോ. കൂടിപ്പോയാൽ അവിടെ വിളിച്ച് ശ്രീകുട്ടിയുടെ അച്ഛനോട് വിലക്കും, ആരെങ്കിലും വന്നാൽ കയറ്റരുതെന്ന്. ഇതിൽ കൂടുതൽ വലുതൊന്നും വിഷ്ണുജി ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അതോർത്ത് നമ്മൾ പേടിക്കണ്ട. അതവൻ ഹാൻഡിൽ ചെയ്തോളും. അവനറിയാം എങ്ങനെ കയറണമെന്നും ആർക്കും ഒരു പോറിലേക്കാതെ കയറിയെടുത്തുനിന്ന് എങ്ങനെ ഇറങ്ങണമെന്നും
എൻ്റെ അനിയൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവന് നന്നായിട്ടറിയാം. ഓ കാണിക്കേണ്ടല്ല, കാണിച്ചിട്ട് പിശാജ് ഇവിടെ വന്നിരിക്കുവാണ്. നിനക്കെന്തോ അറിയണം? നീ എന്താ അവരാരും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഇപ്പൊ നിനക്ക് എല്ലാം അറിയാലോ. നിന്നോട് സാറ് തന്നെ എല്ലാം പറഞ്ഞില്ലേ. ഇനി നിന്റെ പ്രശ്നം എന്തുവാ? നീ ഒരുമാതിരി വിഷ്ണുവിന്റെ സ്വഭാവം കാണിക്കല്ലേ തൃശ്ശൂലെ. ഇതൊക്കെ കുറച്ച് ഓവറാ. താഴെ നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ പോലീസ് സെക്യൂരിറ്റിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിർത്താനാ പറഞ്ഞേക്കുന്നത്. എന്തിനാന്നറിയോ? നിന്റെ കാമുക നിന്നെ തിരക്കി വരുവാ. മിക്കവാറും നാളെയോ മറ്റന്നാളോ ആവുമ്പോ ഇങ്ങെത്തും. നീയല്ലേ പറഞ്ഞേ അവൻ നിന്നെ തിരക്കി വരത്തില്ല, ആനയാ ചേനയാ എന്തൊക്കെയായിരുന്നു. ഞാനും സാറേയും കൂടെ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ അതെങ്ങനെ ഫോൺ എടുത്താലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ പറഞ്ഞതാണ്. ദേ ശ്രീകുട്ടി, ഞാൻ എന്ത് സഹിക്കും. നീ നിൻ്റെ ആ വരട്ടെ ഗേൾ ഫ്രണ്ട് സാറേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒഴിച്ച് എന്തും പറഞ്ഞില്ല എന്ന് വേണ്ട. ഹോ, അവളുടെ ഒരു കോപ്പിൽ പ്രാങ്കാരനാണ് ഇതൊക്കെ. ഹോ, എൻ്റെ പൊന്നു കുഞ്ഞേ, അതിന് ഞാൻ തന്നെ അവൾക്ക് കുറേ കൊടുത്തു. ഇനി എനിക്ക് അവളെ കൊല്ലാൻ പറ്റുമോ? ഞാൻ സ്നേഹിച്ചു പോയില്ലേ? അവള് നിന്നോട് ഇന്നലെ ഒരു 150 സോറിയെങ്കിലും പറഞ്ഞില്ലേ? നിന്റെ കാലം പിടിച്ചില്ലേ? അത് പോരെ? അല്ല, എല്ലാം അറിഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. നീ ആരോടാ തൃശ്ശൂലേ ഈ വാശിയൊക്കെ കാണിക്കുന്നേ? തൃശ്ശൂർ ഇത് ഇച്ചിരി കൂടുതലാ, പറയാണ്ടിരിക്കാൻ വയ്യ. എടാ എടാ ഈ കാശ് പൊട്ടിക്കരയുവാന്നടാ. അവനെ ചേട്ടനെ വിളിച്ചപ്പോ ഞാൻ അറിഞ്ഞത്. നിനക്കറിയോ? ആ ചെറുക്കനാ പറഞ്ഞേ. എന്തോ ചൈതന്യോ? അവൻ കഷ്ടമുണ്ടടാ. എടാ എവറസ്റ്റ് കൊടുമുടി പോലെ നടക്കുന്ന ഒരാൾ കരയുവാന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നു മോനെ, നിന്നെ അവന് ജീവനായിട്ടാ. നിനക്ക് അറ്റ്ലീസ്റ്റ് അവൻ പറയുന്നെങ്കിലും കേട്ടുകൂടായിരുന്നു. എന്നെ ഇത് ഇവിടം വരെ എത്തുമായിരുന്നു. ഇതേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വീണ്ടും അവൻ തിരക്കി വരില്ല. മാങ്ങാ തേങ്ങാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിന്നെ ഉണ്ടല്ലോ, എനിക്ക് കൊല്ലിട്ട് ഉറച്ച് തേക്കാനാ തോന്നുന്നേ. എടാ നീ ഇനിയെങ്കിലും അവനൊന്ന് വിളിക്കെങ്കിലും ചെയ്യ്, അവനൊന്ന് സമാധാനിപ്പിക്ക്. നീ ചെല്ലൂന്ന് പറ. എനിക്കൊന്നും വയ്യ ആരെയും വിളിക്കാൻ. നീ ഒന്ന് പോയേ. ഞാൻ എന്തൊന്നും പറഞ്ഞ് വിളിക്കൂന്നാ? ഏതോ ഒരു പെണ്ണ് വിളിച്ച് പറഞ്ഞതല്ല, കണ്ണുടച്ച് വിശ്വസിച്ചിട്ട്. അവൻ എന്തോ വിചാരിക്കുന്നതെന്നായിരിക്കോ? എനിക്ക് വേണ്ടി കരയുന്നതൊക്കെ ശരിയൊക്കെ തന്നെയാണ്, പക്ഷെ അവൻ വിചാരിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? അത്രയ്ക്കേ ഉള്ളൂ എനിക്ക് അവനോടുള്ള സ്നേഹമെന്നായിരിക്കും. പോരാഞ്ഞിട്ട് എനിക്ക് അവനെ വിശ്വാസമില്ലേ. അവൻ എന്നെ അങ്ങനെ ആയിരിക്കും കണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആയിരിക്കും അവൻ വിചാരിക്കുന്നത്. എനിക്ക് വയ്യ ഈ കാശിനെ ഫേസ് ചെയ്യാൻ. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ അങ്ങനെ നിന്നോളാം. പിന്നെ അവൻ എന്നെ തിരക്കി വരുന്ന കാര്യം അവൻ വരത്തൊന്നുമില്ല. അവൻ്റെ സ്വഭാവം വെച്ചാൽ അവൻ എന്നോട് ദേഷ്യമായിരിക്കും. അതിൻ്റെ വാശിക്ക് അവനും വരത്തില്ല. ഇത് ചായതുവട്ടം ചുമ്മാ പറഞ്ഞായിരിക്കും. എനിക്കറിയില്ല ചായതുവട്ടനെ. എന്നോട് നീ ഒന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് ചെല്ലുമല്ലോ, അതിനുവേണ്ടി തള്ളിയതാ. നീ പോയേ, ഞാൻ ഇച്ചിരി ഒരു ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അല്ലെങ്കിലും മനുഷ്യനുള്ള സമാധാനം പോയിരിക്കുക. എന്നാലും നിൻ്റെ ഗേൾ ഫ്രണ്ട് അവളെ വാക്കാത്ത മിക്കവാറും ഞാൻ ബോംബിട്ട് കത്തിക്ക് തോറ്റോ. അവൾ ഒറ്റൊരുത്തി കാരണം ഇതെല്ലാം. ഞാനും കാശ് എന്ത് നല്ല സ്നേഹത്തിലായിരുന്നു. ശേ, അവള് പോയോ നാട്ടില്? അവള് പോയി. അവളവളെ പപ്പയോടും മമ്മിയോടൊക്കെ പറഞ്ഞു ഈ കാശ് അവളും തമ്മിലുള്ള ചുമ്മാ ഫേക്കാണെന്നും പിന്നെ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ. ഞാൻ പോവാ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്റെ തലയിൽ കയറത്തില്ലല്ലോ. അവൻ നിന്നെ തിരക്കി വരുമ്പോഴത്തേക്കും നീ പഠിച്ചോളും. ഇനി എത്ര സെക്യൂരിറ്റി നിർത്തിയാലും അവ അകത്ത് കയറുമെന്നാ ചൈതു പറഞ്ഞത്. കയറി വന്ന് നിന്നെ പിടിച്ചോണ്ട് പോകുമ്പോൾ നീ പഠിക്കും. ഞാൻ പോവാ. ഹോ, അങ്ങനെ ഒന്നും കൊണ്ടുപോയാലും വേണ്ടത്തില്ല, ഞാൻ പോകത്തില്ല. എനിക്കും അയ്യാ ഫേസ് ചെയ്യാനായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ലേ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, നാട്ടിൽ നിന്നല്ലല്ലോ. ഇനി എങ്ങാനും വരുമോ? വരത്തൊന്നുമില്ല. എവള് ചുമ്മാ പറയുന്നത്. നീ എന്നതാടാ കോപ്പ ഈ പാതിരാത്രി ഇവിടെ വന്നു നിന്നിട്ട് എന്നെ വിളിച്ചേ? നിനക്ക് വീട്ടിനകത്തോട്ട് കയറി വന്നാൽ എന്താ? ആ ബെല്ലടിച്ച് നിന്നെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം ആരും ഒന്നും പറയത്തില്ല. പിന്നെന്താ കുഴപ്പം? എനിക്കാണെങ്കിൽ വെളുപ്പിനെ ലണ്ടനിൽ പോകാനുള്ളതാ. മനുഷ്യൻ്റെ ഉറക്കവും പോയി. നിനക്കത് ഇത്ര അത്യാവശ്യമായിട്ട് പറയാനുള്ളത് എന്താ? കാര്യം എന്താ? വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത്യാവശ്യമായി പോയില്ലേ. നീ എന്തായാലും അവനെ തിരക്കി അവനോട് സംസാരിക്കാനായിട്ട് ലണ്ടനിൽ പോവാ. അതിനു മുമ്പേ അവനായിട്ട് ഇനി പറയൂല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, എന്താവൂന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ച കാര്യം ഞാനായിട്ട് തന്നെ നിൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. ഇതും കൂടെ അറിഞ്ഞിട്ട് നീ ലണ്ടനിൽ പോ. അപ്പോൾ ഈ പോകുന്ന പോക്കിന് ഒരർത്ഥവും കാണും, ഒരു വാശിയും കാണും. എന്തറിഞ്ഞിട്ട് പോവാൻ? ദേ മുസു, അടുത്ത വല്ല ഗുലുമാലും ആണെങ്കിൽ വേണ്ടേ? നീ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറഞ്ഞേ. എന്താ കാര്യം എന്താ?